നമ്മുടെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വിവാഹ വാർഷികം. ഓ, ഞാനതങ്ങ് മറന്നു. പക്ഷെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കണമെന്നുണ്ടേ. കുറെ നാളായിട്ടേ എന്ന് പ്രശ്നങ്ങളല്ലായിരുന്നു. ഇത് നമുക്കൊന്ന് ആഘോഷിച്ചേക്കാം. അല്ല, അതിന് വിഷ്ണു വേണ്ടേ? അവനോടൊപ്പാനാ. ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ശാലിനിക്ക് തോന്നാനും സാധ്യതയില്ല. പിന്നെ എന്തിനാ എന്നോടിങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നത്? ഒന്നും വേണ്ട. ശാലിനി ആ കുട്ടികൾ കളിക്കുന്നു നോക്ക്. എന്ത് സന്തോഷത്തോടെ അവർ കളിക്കുന്നത്. ഈ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാ അവരെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അറിയോ? ശിവനങ്കിളെ, നമുക്കിനി ബോൾ കളിക്കാം. മക്കള് കളിച്ചോ, അങ്കിള് നോക്കി നിന്നോളാം. പറ്റില്ല, ശിവനങ്കിള് വന്നേ. വാ. ഞാൻ വരാം വരാം വരാം. വിട് വിട്. അങ്കിൾ അവിടെ നിന്നാ മതി, ഞങ്ങൾ പന്തിട്ട് തരാം. വിഷ്ണുവിന്റെ പകരക്കാരൻ അവൻ എനിക്കാവില്ല. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. ശാലിനി എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യവുമില്ല. കാരണം ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. എന്നാ പിടിച്ചോ. സത്യ, അമ്മയെ കൂടെ വിളിക്ക്. അമ്മേ വാ, നമുക്ക് കളിക്കാം. ഇനി മതി മക്കളെ, നമുക്ക് നാളെ ആവാം. നിങ്ങളെ അമ്മ വെയിറ്റ് ചെയ്യാ, നമുക്ക് പോവാം. ഇനി മക്കള് അമ്മയുടെ കൂടെ പോകോ? ഇല്ല, ഞങ്ങൾ ശിവനങ്ങളുടെ കൂടെ വരൂ. ജീപ്പേ നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം. അതെ അതെ, അമ്മയുടെ കൂടെ പോയ ശോകമായിരിക്കും. വാങ്ങളെ, നമുക്ക് പോവാം. അമ്മ വന്നോളും. അമ്മ പൊയ്ക്കോ, ഞങ്ങൾ ശിവനങ്ങളുടെ കൂടെ വന്നോളാം. പോവാം. ഇന്ന് ഏത് പാട്ടാ അങ്ങളെ പാടുന്നേ? അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് തീരുമാനിക്കാം. പോകണ്ടേ മോളെ? പോരാമേട്ട. എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നേ? നമുക്കൊരു പാട്ടൊന്ന് പാടിയാലോ? അങ്ങളെ, ഏത് പാട്ടാ പാടേണ്ടേ? നമ്മളെ ഇന്ന് രാവിലെ പാടിയൊരു പാട്ടുണ്ടല്ലോ, ആ സിനിമയിൽ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ. അപ്പുക്കുട്ട. ആ പാട്ടങ്ങ് പാടാം. ഓക്കേ. എന്നാ പാടിക്കോ. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം? മകരമാസത്തിൽ വേലി കെട്ടിയിട്ട് അപ്പ കല്യാണം.
അങ്കിളെ ഈ ബലൂണുമായിട്ട് അങ്ങോട്ട് ചെന്നാ സത്യമ്മ വഴക്ക് പറയില്ലേ? അതൊക്കെ നമുക്ക് ഊരി മാറ്റാന്നേ. പോകുന്ന വഴിക്ക് നമുക്ക് ഊരി മാറ്റാം. ഉം. ആ, അത് നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് മാറ്റിയാ പോരെ? അതൊക്കെ ശിവനങ്ങൾ ഏറ്റു. ഉം. ആഹാ, ഇതെന്താ കറി? ചീരയാന്നോ? കുറച്ച് പരിപ്പിരിപ്പുണ്ട്. പരിപ്പും ചീരയും കൂടെ തോരൻ വെച്ചാ നല്ലതാ. രാഘവേട്ടന് അത് ഇഷ്ടമല്ലേ? ഏ, എനിക്കിഷ്ടം കൂർക്ക തേങ്ങ കൊത്തിട്ട് വെക്കുന്നതാ. അതിലൂടെ നല്ല കട്ട തേനോട് ഉണ്ടെങ്കിൽ എത്ര ചോറോടെങ്കിലും കഴിക്കാം. എന്നാ പിന്നെ നാളെ അങ്ങനെയാവാം. അല്ല, എന്തു പറ്റി? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. മെയ് മാസം അല്ലയോ വരുന്നേ? ഏ, അതിന്റെ പ്രത്യേകത ഭാമയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? മെയ് മാസം. എന്റെ ഭാമേ, നമ്മുടെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വിവാഹ വാർഷികം. ഓ, ഞാനതങ്ങ് മറന്നു. പക്ഷെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കണമെന്നുണ്ടേ. കുറെ നാളായിട്ടേ എന്ന് പ്രശ്നങ്ങളല്ലായിരുന്നോ? ഇത് നമുക്കൊന്ന് ആഘോഷിച്ചേക്കാം. ആ, അല്ല, അതിന് വിഷ്ണു വേണ്ടേ? അവനോട് പാനാ ദേ, ഇനി നീ എന്തായാലും പറഞ്ഞേ ആ ദിവസം അവനോട് ഓടിക്കാരുന്ന മാത്രം മതി കേട്ടാ. ഓ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈശ്വര, വിഷ്ണുവിന്റെ സ്ഥാനത്ത് ശിവനെ നിർത്തി വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവാണോ? ഇതറിഞ്ഞ ശാലൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ദാ, നീ എന്തോ ആലോചിക്കുന്നേ? അല്ല, ഇപ്പൊ ഇതെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, ഇത്രയും വർഷമായില്ലേ, അവരുടെ മക്കളും വലുതായി. ഇനിയിപ്പോ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ ഭാമേ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആരെങ്കിലും നോക്കുവോ? ഏ, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാൻ തന്നെ വേണം. ആ, ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ വിവാഹ വാർഷികം ആഘോഷിക്കും. എന്റെ ദൈവമേ, ഇത് കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇത് മുടക്കിയേ പറ്റൂ. രാഘവേട്ട, നമ്മള് ശ്യാമയുടെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല. ഒരമ്പലത്തിൽ പോലും പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് നമ്മൾ ആഘോഷിക്കാൻ പോകുമ്പോ അവർക്കൊരു പരിഭവം ഉണ്ടാവരുത്. എന്ത് പരിഭവമാ? ഒരാൾക്ക് ഒരു പരിഭവം ഉണ്ടാവത്തില്ല. നമ്മൾ അവരെ കൂടെ വിളിച്ചിട്ടാ ഇതും കൂടെ നടത്താൻ പോന്നേ. പിന്നെ ശാരദാമ്മ ഉണ്ടാക്കുന്ന ഫുഡാ ഇവിടെ വരുന്നവർക്ക് കഴിക്കാൻ കൊടുക്കുന്നേ. എല്ലാവരെയും വിളിച്ച് ആർഭാടമായിട്ട് ഇതങ്ങോട്ട് നമ്മൾ നടത്തും. ആ, അല്ല രാഘവേട്ട, അതിപ്പോ അല്ലാതെ ഒരു അതിപ്പോയും ഇല്ല. ആ, ഞാൻ ഇതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. അത് നിങ്ങളാരും ഇതേക്കുറിച്ച് ഒരു ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിപ്പോ കുഴപ്പമാവുമല്ലോ. ശോ.